26-ാം തവണയും കണ്ണൂർ സർവകലാശാല ഭരണം നിലനിർത്തി SFI. 8 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് SFIയിൽ നിന്ന് UDSF പിടിച്ചെടുത്തു. യൂണിയൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 ജനറൽ സീറ്റുകളും കണ്ണൂർ ജില്ലാ റെപ്രസെന്റേറ്റീവ് സീറ്റുമാണ് SFIക്ക് ലഭിച്ചത്. നന്ദജ് ബാബു യൂണിയൻ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. കാസർഗോഡ്, വയനാട് ജില്ലാ റെപ്രസെന്റേറ്റീവ് സീറ്റുകളാണ് KSU MSF സഖ്യമായ UDSF പിടിച്ചത്. വയനാട് സീറ്റിൽ സമനില വന്നതോടെ നറുക്കെടുപ്പിലൂടെയാണ് വിജയിയെ കണ്ടെത്തിയത്. വൈസ് ചെയർപേഴ്സൺമാരായി അൽന വിനോദ്, M ജിജിത് എന്നിവരും സെക്രട്ടറിയായി കവിതാ കൃഷ്ണനും ജോയിന്റ് സെക്രട്ടറിയായി K അതിഷയും തിരഞ്ഞെടുക്കപ്പെട്ടു. വോട്ടെടുപ്പിനിടെ വൻ സംഘർഷമുണ്ടായിരുന്നതിനാൽ ഫലപ്രഖ്യാപനം വരുന്നതിന് മുന്നോടിയായി കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. SFI, UDSF പ്രവർത്തകരെ മാറ്റി നിർത്തി പോലീസ് പ്രകടനം 2 വഴിയിലൂടെ തിരിച്ചുവിടുകയായിരുന്നു. യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SFI, UDSF പ്രവർത്തകർ സർവകലാശാല പരിസരത്ത് ഏറ്റുമുട്ടി. പ്രവർത്തകരെ പിന്തിരിപ്പിക്കുവാൻ പോലീസ് പലതവണ ലാത്തിചാർജ് നടത്തി. പ്രവർത്തകർക്കും പോലീസിനും പരിക്കേറ്റു. അതിനിടെ ടൗൺ SI VV ദീപ്തി പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ആരോപിച്ചു. ബുധനാഴ്ച രാവിലെ 10-ന് തെരഞ്ഞെടുപ്പ് തുടങ്ങാനിരിക്കെയാണ് സംഘർഷമുണ്ടായത്. കാസർഗോഡ് MIC ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായ സഫാനെ SFI പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയതായി UDSF ആരോപിച്ചു. ഇതേ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിനിടയാക്കിയത്. അതേസമയം കള്ളവോട്ട് ചെയ്യുവാൻ KSU MSF പ്രവർത്തകർ ശ്രമിച്ചതായി SFI ആരോപിച്ചു. 11:30-ഓടെ SFI സ്ഥാനാർത്ഥിയായ വനിതാ പ്രവർത്തകയെ ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചുവെന്ന MSF പ്രവർത്തകരുടെ ആരോപണത്തെ തുടർന്ന് പോലീസ് പിടിച്ചുവെച്ചതും സംഘർഷത്തിന് കാരണമായി. പ്രവർത്തകയെ SFI പ്രവർത്തകർ ബലമായി മോചിപ്പിക്കുകയായിരുന്നു. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇരുവിഭാഗത്തെയും പോലീസ് പോളിംഗ് ബൂത്തിനടുത്ത് നിന്ന് മാറ്റി. സംഘർഷത്തെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ് ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. MSF പ്രവർത്തകരെ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ നേതൃത്വത്തിൽ SFI പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത് വിശദമായി പരിശോധിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ് പറഞ്ഞു.